20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് ഈ കഥയുടെ തുടക്കം. അമേരിക്കയിലെ പെൻസിൽവാനിയയിലെ ഒരു ചെറിയ പട്ടണമായ റോസറ്റോയിലെ ലോക്കൽ ഡോക്ടറായ ബെഞ്ചമിൻ ഫാൽക്കൺ ഒരു കണ്ടുപിടുത്തം നടത്തി. അദ്ദേഹത്തിൻ്റെ ആ പട്ടണത്തിലെ ഇറ്റാലിയൻ അമേരിക്കൻ കമ്മ്യൂണിറ്റിയിൽ ഹാർട്ട് അറ്റാക്ക് റേറ്റ് വളരെ കുറവാണെന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. അതിനുള്ള റീസണായിട്ട് അദ്ദേഹം പറഞ്ഞതാവട്ടെ, ആ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ തമ്മിലുള്ള സോഷ്യൽ ബോണ്ടിങ്, അതാണ് ഇതിന് റീസണായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചത്. പിന്നീട് യൂണിവേഴ്സിറ്റി ഓഫ് ഒക്ലഹോമയിൽ ഇത് ഒരു പഠന വിഷയമാവുകയും അത് ഏറെക്കുറെ ശരിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. മറ്റ് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ മോഡറേറ്റ് എമൗണ്ടിൽ ഉള്ള വൈനിൻ്റെ കൺസംഷൻ, ഡയറ്ററി ഫാക്ടേഴ്സ്, ജെനറ്റിക്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഇത് ഈ സോഷ്യൽ ബോണ്ടിങ് എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണെന്ന് പിന്നീട് കണ്ടെത്തി. ഇപ്പോൾ ഈ മാനസികാരോഗ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ വളർന്നു വരുന്ന ഹൃദ്രോഗത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച നടത്തുന്ന ഈ വേളയിൽ എനിക്കിപ്പം ഇത് കുറച്ച് റെലവൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഇതിന് പിന്നീട് റോസറ്റോ എഫക്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇപ്പോഴും അത് ഒരു ഡിബേറ്റബിൾ ടോപ്പിക് ആണെങ്കിലും ഇപ്പോഴും സ്റ്റഡി നടന്നു വരുന്നു. പക്ഷേ എങ്കിലും ഈ സോഷ്യൽ ബോണ്ടിങ്ങും മനുഷ്യൻ്റെ ഹൃദയാരോഗ്യം മാത്രമല്ല, മനുഷ്യൻ്റെ മാനസികാരോഗ്യവും എന്തുമാത്രം കണക്റ്റഡ് ആണെന്ന് നമുക്കൊക്കെ ഇപ്പോൾ അറിയാം അല്ലേ. അപ്പോൾ ഒരു കാര്യം മാത്രം ലാസ്റ്റ് പറഞ്ഞോളട്ടെ, ഹ്യൂമൻ ബീയിങ് ഈസ് എ സോഷ്യൽ ബീയിങ്. നമുക്ക് ഒറ്റയ്ക്കായിട്ട് ഒരിക്കലും നിലനിൽപ്പില്ല. നമ്മളൊരു കൂട്ടമായിട്ട് ജീവിക്കാൻ പഠിച്ചവരാണ് എവല്യൂഷൻ്റെ ടൈമിൽ. അതുകൊണ്ട് മനുഷ്യന് സോഷ്യൽ ബീയിങ് ആയിട്ടേ നിലനിൽക്കാൻ പറ്റുള്ളൂ. നമസ്കാരം.